ഈവനിങ് 12 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാറിനെ കുറിച്ചിട്ടായിരുന്നു. വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. ഇതുകൂടെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ അങ്ങ് സെറ്റാക്കും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സുമൻ ഹാസ് ബീൻ പ്രൊവൈഡ് ഈ കാർ 1.7 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റി ബൈ ഹിസ് എംപ്ലോയർ വികാസ് ലിമിറ്റഡ്. അതായത് സുമൻ എന്ന് പറഞ്ഞ എംപ്ലോയർക്ക് 1.7 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റി ഉള്ള ഒരു കാർ അവരുടെ എംപ്ലോയർ, അതായത് വികാസ് ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്തു. ദ കോസ്റ്റ് ഓഫ് കാർ ടു ദ എംപ്ലോയർ വാസ് 40 lakh ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ ദി എംപ്ലോയർ 30,000 per annum. Chauffeur salary paid by the employer rupees 30,000 per month. Find value of perquisite for the Suman for the assessment year 2024-25 if the car is used for office purpose, personal purpose and both purpose. In case of B and C, employees being charged rupees 20,000 for such facility. ഓക്കെ, അതായത് ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 1.7 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റിയാണ് കാറിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് കാറാണ്? ലാർജ് കാറാണ്. ഓക്കെ, പിന്നെ കാറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 lakh ആണ്. അപ്പോൾ 4 lakhൻ്റെ 10% കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരും. പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് 30,000 രൂപയാണ്. ചൗഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവറിനെയാണ് കേട്ടോ പറയുന്നത്. അവരുടെ സാലറി എന്ന് പറയുന്നത് 3,000 രൂപ ഒരു മാസം. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം ഓഫീസ് പർപ്പസിൽ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഇത് കാർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആരാണ്? എംപ്ലോയറാണ്, വികാസ് ലിമിറ്റഡ് ആണ് കാർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതും ആരാണ്? എംപ്ലോയറാണ്. കാരണം ദ കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ ദി എംപ്ലോയർ 13,000. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എംപ്ലോയി എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ്. ഓക്കെ, അതായത് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആൻഡ് എക്സ്പെൻസ് മീറ്റ് ബൈ ദി എംപ്ലോയർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ അതിൽ ഓഫീസ് പർപ്പസിൽ വന്നാൽ പേഴ്സണൽ പർപ്പസ്, അതുപോലെ തന്നെ ബോത്ത്, അതിലെങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ചൗഫറിന് 3,000 രൂപയാണ് അവരുടെ സാലറി കൊടുക്കുന്ന ഒരു മാസം. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് എംപ്ലോയീൻ്റെ കയ്യിൽ നിന്നും അവരെന്ത് വാങ്ങിക്കുന്നുണ്ട്? ക്യാഷ് വാങ്ങിക്കുന്നുണ്ട് 20,000 രൂപ. ഓക്കെ, എംപ്ലോയീസ് ബീങ് ചാർജ്ഡ് 20,000. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്നല്ല. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഓഫീസ് പർപ്പസ്. ഓഫീസ് പർപ്പസിന് പറയുമ്പോൾ അവിടെ എന്തടയ്ക്കേണ്ട? നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടാകുമ്പോൾ. പിന്നെ രണ്ടാമത് പറയുന്നതാണ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ് ആർ എ കാർ യൂസ്ഡ് ഇൻ പേഴ്സണൽ പർപ്പസ്. പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, കാരണം എന്താ? ഇവിടെ കാറ് ഓൺ ചെയ്യുന്നത് എംപ്ലോയറാണ്, അതുപോലെ തന്നെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയറാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കാറിൻ്റെ ഡിപ്രീസിയേഷൻ നോക്കാം. ഓക്കെ, 10% കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ കാറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. അപ്പോൾ അതിൻ്റെ 10% കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 4 lakh ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100 40,000 രൂപയാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ പറയുന്നത്. പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് എത്ര? 30,000 ആണെന്ന്. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് 30,000 ആണ്. ഇതാ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. പ്ലസ് മെയിൻ്റെനൻസ് കോസ്റ്റ് 30,000. പിന്നെ ഡ്രൈവറിൻ്റെ സാലറി 3,000 ആണ്, ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ 3,000. അപ്പോൾ 3,000 ഇൻറ്റു 12 36,000 രൂപ. അപ്പോൾ 1,06,000 നമുക്ക് കിട്ടും. അതിൽ നിന്നും എമൗണ്ട് റിക്കവേർഡ്, അതായത് ഇതാ 20,000 രൂപ എംപ്ലോയി കൊടുക്കുന്നുണ്ട്. 20,000, ആ 20,000 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി 20,000. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ് എത്ര കിട്ടും? 86,000 കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഈ 20,000 നമ്മൾ അങ്ങനെ എല്ലാത്തൊന്നും എന്ത് ചെയ്യരുത്? മൈനസ് ചെയ്യരുത്. പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ആ ഒരു കാർ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ 20,000 എന്ത് ചെയ്യാൻ പാടുള്ളൂ? മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിലും, അതല്ല ഇനിയിപ്പോൾ ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് ചെയ്യരുത്? ഈ 20,000 അതിൽ നിന്നും മൈനസ് ചെയ്യരുത്. ഓൺലി പേഴ്സണൽ പർപ്പസ്. അതിപ്പോൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും, കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇത് ഒഫീഷ്യൽ ആൻഡ് ബോത്ത് പർപ്പസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാർ എന്ന് പറഞ്ഞത് 1.7 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതെന്ന് പറയുന്നത് ലാർജ് കാറാണ്. അപ്പോൾ 2,400 ഇൻറ്റു
12 പ്ലസ് 900 ഇൻറ്റു 12. ഓക്കെ, നോക്കാം. എന്താ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്യൂസൈസ് ആസ് എ കാർ യൂസ്ഡ് ഇൻ ബോത്ത് പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ്. ലാർജ് കാറാണ്, അപ്പോൾ അങ്ങനെയാകുമ്പോൾ 2400 ഇൻറ്റു 12 വരും. ഓക്കെ, 2400 ഇൻറ്റു 12 പറയുമ്പോൾ 28,800. പിന്നെ ഡ്രൈവറുടെ സാലറി എന്ന് പറയുമ്പോൾ 900 ഇൻറ്റു 12 അപ്പോൾ 10,800, 11,800. ടാക്സബിൾ പെർക്യൂസൈസ് എന്ന് പറയുന്നത് 39,600. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ വരൂ. പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ് ഉണ്ടല്ലോ, അതായിരിക്കും മിക്കവാറും ചോദിക്കാനൊക്കെ അധികം സാധ്യത. ഓക്കെ, ഷോർട്ടസ്റ്റ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും പഠിച്ച് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ഗ്രോസ് സാലറി ഒക്കെ കാണാനൊക്കെ വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ അതിൻ്റെ സൈഡിലായിട്ടൊക്കെ വരാനും സാധ്യതയുണ്ട്. ഓക്കെ, ലാർജ് കാർ, സ്മോൾ കാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പഠിച്ച് വയ്ക്കുക, ഇത് ഒഴിവാക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക കേട്ടോ. താങ്ക്